വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഇടയിൽ 100-ലധികം ജീവനുകൾ പൊലിഞ്ഞു. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി കേരളം വിലപിക്കുന്നു. മുൻപും നമുക്ക് ഇത്തരം ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ദുരന്തങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ ജാഗ്രതയോടെ ചിന്തിക്കണം എന്ന് നമ്മൾ അക്കാലത്ത് സംസാരിച്ചിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത് സംഭവിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ അത്യാഹിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവിടെ ജീവൻ വെടിഞ്ഞവർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ദുരന്തത്തെ ഒന്ന് വിശകലനം ചെയ്യുന്നു. ഞാൻ ഡെൻസൻ റോൺസ് തമ്പി, സെന്റർ ഫോർ ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്രഷ് വാട്ടർ ബയോളജിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇപ്പൊ ആക്ച്വലി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ക്യാമൽ സം മൗണ്ടൻ റേഞ്ചസ്, അതായത് നമ്മുടെ വെള്ളിരിമല ഹിൽ റേഞ്ചസ് എന്ന് പറയുന്നത് വയനാട്ടിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള, ഏറ്റവും എലിവേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളുടെ സ്ലോപ്പിലാണ്. ചാലിയാറിന്റെ ഒരു ഒറിജിൻ സൈറ്റ് എന്ന് പറയുന്നത് ഈ ഹിൽ റേഞ്ചസ് ആണ്. ഇപ്പം ചാലിയാറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ് മെയിൻലി ഈ ഏരിയനെ ഡ്രെയിൻ ചെയ്യുന്നത്. അവിടെ വളരെ ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്, അതിന്റെ മുകൾ ഭാഗത്തേക്ക് ഷോല ഫോറസ്റ്റുകളാണ്. അപ്പം പെട്ടെന്ന് ഒരു സ്ലോപ്പിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വരാൻ സാധ്യതയുള്ള സ്ലോപ്പുള്ള ഏരിയ ആയത് കാരണം കേരളത്തിലെ തന്നെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയകളുടെ ലിസ്റ്റിൽ ഏറ്റവും ഹൈ റിസ്ക് ഏരിയ ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. മേപ്പാടി റീജിയനിലുള്ള ഒരുമാതിരിപ്പെട്ട ഹിൽ സ്ലോപ്സിലുള്ള എല്ലാ ഏരിയകളും ലാൻഡ് സ്ലൈഡ് ഏരിയാസിൽ വരുന്നതാണ്. അപ്പം പുത്തുമലയിൽ അന്ന് ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് മുണ്ടക്കൈ ഒരു ഹൈ റിസ്ക് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നമുക്ക് കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. കുറച്ച് ആളുകൾ ചെയ്ത റിസർച്ച് പേപ്പേഴ്സിനകത്ത് ലാൻഡ് സ്ലൈഡ് റിസ്കിനകത്ത് കേരളത്തിലെ നമ്പർ 1 ഏരിയാസിൽ ഒരെണ്ണമായി മാർക്ക് ചെയ്തൊരു സ്ഥലമായിരുന്നു മുണ്ടക്കൈ. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയുള്ള നമ്പർ ഓഫ് സെറ്റിൽമെന്റ്സ് വളരെ കൂടുതലായിരുന്നു. അതായത് ചാലിയാറിന്റെ കൈവഴിയായിട്ടുള്ള മെയിൻ ഇരുവഴിഞ്ഞിപ്പുഴയല്ല, അതായത് നമുക്ക് മുക്കത്തൊക്കെയുള്ള ആ വലിയ ഇരുവഴിഞ്ഞിപ്പുഴയല്ല, ചാലിയാറിന്റെ വയനാട്ടിലുള്ള ഒരു ചെറിയ ട്രിബ്യൂട്ടർക്ക് ഇവിടെ ആളുകൾ ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയാറുണ്ട്. ആ ഇരുവഴിഞ്ഞിപ്പുഴന്റെ കരയിൽ 2 സൈഡിലായിട്ട് വലിയ മലകളുടെ ഇടയിലായിട്ടാണ് കൂടുതൽ വീടുകളോടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ സാധാരണ ആളുകളാണ് കൂടുതലും ഉള്ളത്. ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ ഉള്ള സെറ്റിൽമെന്റിലുള്ള ആളുകളുണ്ട്. ഒരു സ്മോൾ ടൗൺ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സ്മോൾ ഏരിയ, ഒരു വില്ലേജ്, ഒരുപാട് ആളുകൾ തിങ്ങിപ്പറത്തിക്കുന്ന ഒരു സ്ഥലമാണ് മുണ്ടക്കൈ തൊട്ട് ചൂരൽമല വരെയുള്ള ഏരിയ എന്ന് പറയുന്നത്. വയനാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം നമുക്ക് അടുത്ത് തന്നെയാണ് സെന്റിനൽ റോക്ക് ഫാൾസ്, സൂചിപ്പാറ ഫാൾസ്, അതുപോലെ കുറെ പ്ലാന്റേഷൻസ് ഉണ്ട്. അപ്പൊ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ കൊടുത്തിരുന്ന ഒരു പ്രഷറും കുറച്ച് കൂടുതലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ലാൻഡ്സ്കേപ്പിന് പറ്റാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന പോലെ ഈ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമ്മളിപ്പം പഴയ ഗൂഗിൾ എർത്ത് ഇമേജസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വന്ന മാറ്റങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ആ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആയതുകൊണ്ട് റിസ്ക് വാർണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് ആളുകളും ഈ മുണ്ടക്കൈ പോലെ വലിയൊരു ഏരിയ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ മൊത്തത്തിൽ എഫക്റ്റഡ് ആവുന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ജിയോളജിസ്റ്റുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെല്ലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഈ സ്ഥലത്തെ പറ്റി അവെയർ ആയിരുന്നു എന്നാണ് എനിക്കറിയാവുന്നത്. കാരണം ഞങ്ങളുടെ ഡിസ്കഷൻസിലൊക്കെ ഒരുപാട് തവണ ഈ സ്ഥലം പ്രോൺ ആണെന്നുള്ളൊരു ടോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ കാട്ടിനുള്ളിൽ നിന്ന് തന്നെ ചെറിയ ഉരുളുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വെള്ളപ്പാച്ചിലുണ്ടാവുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ വയനാട്ടിൽ ചാലർ ബേസിനിൽ ഉരുൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴെയുള്ള നിലമ്പൂരിനെയും അതിന്റെ താഴേക്കുള്ള കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ ചില സ്ഥലങ്ങളെയും എഫക്ട് ചെയ്യും. അപ്പം ഇതൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഭാവിയിലേക്കാണെങ്കിലും ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇവന്റ്സ് നമുക്ക് ഡ്രോട്ടായിട്ടും, ഇപ്പൊ സമ്മറിൽ എക്സ്ട്രീം ഡ്രോട്ട് ഉണ്ടായ സമയവും മഴയായപ്പം എക്സ്ട്രീം മഴയുണ്ടായ സമയമാണിത്. അപ്പം ഇതിലും വലിയ പ്രൂഫുകൾ നമുക്ക് ആവശ്യമില്ല ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി. അത് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ക്ലൈമറ്റ് ആക്ഷൻ കമ്മിറ്റി ഇല്ല, നമുക്ക് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല മര്യാദക്കുള്ളത്. അപ്പം കേരളം പോലെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, അതായത് ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഗട്ട്സിന്റെ പോർഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഇതിൽ പ്രിപ്പയർഡ് ആവാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയോടെ ജീവിതത്തെ കണ്ടിരുന്ന, വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാനിടയുള്ള കുറേ മനുഷ്യർ അവരുടെ ഉറക്കത്തിനിടയിൽ എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത് എന്നറിയുക പോലും ചെയ്യാതെ നമ്മളിൽ നിന്ന് വിട്ടുപോയി. ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കരുത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണത്തിനായി അനേകം പേർ ഔദ്യോഗികവും അല്ലാത്തതുമായ സ്ഥിതിയിൽ അവിടെ പ്രവർത്തനത്തിലേർപ്പെടുന്നു. അവർ അക്ഷീണം പരിശ്രമിക്കുകയാണ്. മനുഷ്യൻ എന്ന പദത്തിന് വളരെ വിപുലവും
വളരെ സാന്ദ്രവുമായ ഒരർത്ഥമുണ്ട് എന്ന് ഈ മനുഷ്യരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വളരെ കൃത്യമായി, വളരെ ശക്തമായി ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സൈനികർ, നമ്മളുടെ അർദ്ധസൈനികർ, നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ദുരന്ത നിവാരണ പ്രവർത്തകർ, സാധാരണ ജനങ്ങൾ എല്ലാം സ്വയം മറന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്കെല്ലാം മനസ്സുകൊണ്ട് പിന്തുണ അർപ്പിക്കുകയും നമുക്ക് കഴിയുന്ന എല്ലാത്തരം സഹായങ്ങൾ നൽകുകയും ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്.